നിങ്ങൾക്കൊരു കാര്യം അറിയോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, കുറച്ച് കാര്യങ്ങൾ അറിയില്ല. അതറിയാതെ തെറ്റിപ്പോയാ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച ചാമ്പ്. ഓക്കെ, നിങ്ങളിപ്പോ ഒരു കാര്യം വായിക്കുന്നു, അതേ സ്ഥാനത്ത് നിങ്ങളൊരു കാര്യം കാണുന്നു, ഒരു വിഷ്വൽ കണ്ടന്റ് കാണുന്നു, ഏതാണ് ഓർത്തിരിക്കാൻ സാധ്യത കൂടുതൽ? തീർച്ചയായിട്ടും ആ കണ്ട കാര്യങ്ങളെ. വെരി ഗുഡ്. എന്തുകൊണ്ടാണ് അങ്ങനെ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അറിയില്ല. അത് കാരണം നമ്മളെ ബ്രെയിനിൽ വിഷ്വൽ മെമ്മറി കൂടുതലാണ്. ആണോ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം കാണുന്നത്, ഇപ്പോൾ ചിലപ്പോൾ ഒരു ഇമേജ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിക്കൊള്ളട്ടെ, അത് ഓർത്തിരിക്കാനുള്ള സാധ്യത 80% ആണ്. അതേ സ്ഥാനത്ത് നിങ്ങൾ വായിക്കുന്ന ഒരു കാര്യം ഓർത്തിരിക്കാനുള്ള സാധ്യത 20% ആണ്. ആണല്ലേ? അതുകൊണ്ടാണ് നിങ്ങളിപ്പം ഒരു വോഡാഫോണിന്റെ ആഡ് ഓർത്ത് നോക്കി, പണ്ട് സൂസു ആട്, നമ്മുടെ മൊട്ടത്തലേമാർ. യെസ്, നിങ്ങളിപ്പോ പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു മൊട്ടത്തലേമാരെന്ന്. പക്ഷെ അതിനകത്ത് എഴുതി വെച്ച് നിങ്ങൾക്ക് ചിലപ്പം അത്രയും പെട്ടെന്ന് ഓർത്തിരിക്കണമെന്നില്ല, കിട്ടണമെന്നില്ല. പക്ഷെ ആ വെള്ള മൊട്ടത്തലേമാർ, ഹച്ച് ഡോഗ് ഓർമ്മയില്ലേ? അതെ, മുഖം എങ്ങനെയാക്കിയിട്ടുള്ള അല്ലേ? അതൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ഓർത്തിരിക്കുക? എത്രയോ വർഷം മുമ്പ് നിങ്ങൾ കണ്ടതാണ്, ഇപ്പോഴും നിങ്ങൾ മനസ്സിലുണ്ട്. പക്ഷെ എഴുതി വന്നതൊന്നും എല്ലാം ഓർക്കണമെന്നില്ല. അതുകൊണ്ട് ഈ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒക്കെ അഡ്വർടൈസ് ചെയ്യുന്ന സമയത്ത് ഇത് എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ചില ആളുകൾ പോസ്റ്ററൊക്കെ ഉണ്ടാക്കി കുറേ കണ്ടന്റ് കുത്തി നിറച്ച് ഇടും, പക്ഷെ അത് അത്രയും ശ്രദ്ധിക്കപ്പെടണമെന്നില്ല. അതേ സ്ഥാനത്ത് അതിന്റെ കൂടെ നല്ല ഇമേജ്, അല്ലെങ്കിൽ ഇപ്പം വീഡിയോ, ചെറിയ ഷോർട്ട് വീഡിയോ, ഷോർട്ട് റീൽസ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാകാറുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്ത്, പണ്ടൊക്കെ സിഗരറ്റ് പാക്കറ്റിന് മുകളിൽ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് മാത്രമേ എഴുതി വെക്കുള്ളൂ. ഇപ്പൊ എന്തോ ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ ക്യാൻസർ പേഷ്യന്റിന്റെ ഒരു ഇമേജും കൂടി ഉണ്ട്. അത് കാണുമ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടി ഇമ്പാക്ട്ഫുൾ ആകും, വലിക്കാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി വരും അല്ലേ? അങ്ങനെ വന്നാൽ മതിയായിരുന്നു.